ലേൺ ഓഫ് നോളജിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞങ്ങളുടെ തായ്ലൻഡ് യാത്രയുടെ 3-ാമത്തെ ദിവസമാണിന്ന്. ഞങ്ങൾ ഇന്ന് പ്രധാനമായും സന്ദർശിക്കുന്നത് 2 സ്ഥലങ്ങളാണ്. ഒന്ന് ഹോട്ട് സ്പ്രിംഗ് വാട്ടർഫോളും പിന്നെ എമറാൾഡ് പൂളും. അപ്പോൾ ഇവിടെയാണ് ഞങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കിയിരിക്കുന്നത്. വേവ് ക്ലബ് എന്നാണ് ഇതിൻ്റെ ഹോട്ടലിൻ്റെ പേര്. ഇത് ചൂരൽ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഈ ഹോട്ടൽ മൊത്തം ചൂരൽ ഉപയോഗിച്ചാണ് നിർമ്മിച്ചിരിക്കുന്നത്. അതുപോലെ ഇതിൽ കയാക്കിംഗ് ചെയ്യാനുള്ള ബോട്ടുകളും പിന്നെ സ്വിമ്മിങ്ങിനുള്ള സംഗതികളും എല്ലാം ഇവിടെ റെഡിയാണ്. കംപ്ലീറ്റ് ചൂരൽ ഉപയോഗിച്ചാണ് ഈ ഹോട്ടൽ നിർമ്മിച്ചിരിക്കുന്നത്. എൻ്റെ ചുറ്റുമുള്ള വെള്ളം നോക്കിയാൽ നല്ല നീല നിറത്തിൽ കിടക്കുന്നുണ്ട്. എൻ്റെ നീലച്ചായം കോരി ഒഴിച്ചതുപോലെ ഉണ്ടത്. ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ വേഗം തന്നെ കഴിച്ചു. പറഞ്ഞതുപോലെ 8 മണിക്ക് തന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ ഇത് ക്രാബിയിലെ ആ പാത്തോം ബീച്ചിൻ്റെ സൈഡിലൂടെയുള്ള റോഡിലാണ് ഞങ്ങളിപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. കാണാൻ നല്ല മനോഹരമായ ഒരു സ്ഥലമാണിത്. അങ്ങനെ ഞങ്ങൾ ഡ്രൈ ഫ്രൂട്ട് ഫാക്ടറിയിലെത്തി. ഇവിടെ ചൈനാട്ടാണെന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ നമ്മുടെ നാട്ടിലൊക്കെ കാണുന്നത് പോലെ തന്നെ എല്ലാ സാധനവും കിട്ടും. ചില്ലി പേസ്റ്റും ടോഫീസും അതുപോലെ ഡ്രൈ ഫ്രൂട്ട്സും എല്ലാം ഇവിടെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഒരു 5 പാക്കറ്റ് എടുത്താൽ 1 പാക്കറ്റ് ഫ്രീ, അങ്ങനെയുള്ള സംഗതികളൊക്കെ നമ്മുടെ നാട്ടിലുള്ളതുപോലെ തന്നെ ഇവിടെയും ഉണ്ട് കേട്ടോ. ക്രിസ്മസ് കാലം ആയതുകൊണ്ടേ ക്രിസ്മസ് ട്രീ ഒക്കെ ഉണ്ട്. ഇവിടെ ടേസ്റ്റ് നോക്കാനുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. നമുക്കപ്പോൾ അതൊന്നും എടുത്ത് എങ്ങനെയുണ്ട് ടേസ്റ്റ് എന്ന് നോക്കാം. വാങ്ങിയ സാധനങ്ങളുടെ പ്രദർശനമാണ് കേട്ടോ ഇവിടെ. മാംഗോ മിഠായി 50 ബാത്ത്. അപ്പോൾ അവിടുത്തെ കളിതമാശകളൊക്കെ കഴിഞ്ഞു. ഞങ്ങൾ വണ്ടിയിൽ കയറി. ഇനി നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് പോകാം. ചില സ്ഥലങ്ങളിലൂടെയൊക്കെ വണ്ടി കടന്നു പോകുമ്പോൾ ഇത് കേരളമാണോ എന്ന് നമുക്ക് സംശയം തോന്നും. കാരണം എന്താണെന്നറിയോ, നിറയെ റബ്ബർ തോട്ടങ്ങളാണ്. അതുപോലെ റബ്ബർ കൂടാതെ തന്നെ ഇവിടെ നമ്മുടെ നാട്ടിലുള്ള തെങ്ങും പനയും എല്ലാം ഇവിടെയുണ്ട്. ഇതിപ്പോൾ ഏക്കർ കണക്കിന് റബ്ബർ തോട്ടങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ കേരളത്തിലേതുപോലെ തന്നെ നല്ല പച്ചപ്പും കാടും പുഴകളും നദികളും ഒക്കെയുള്ള ചെറിയ ചെറിയ കുന്നുകളും ഒക്കെയുള്ള നല്ല മനോഹരമായ പ്രകൃതി ഭംഗിയുള്ള സ്ഥലമാണ് തായ്ലൻഡ്.
നിറയെ തെങ്ങാണ്. കണ്ട തെങ്ങിൻ തോട്ടമാണ്, ഏക്കർ കണക്കിന്. നമ്മുടെ നാട്ടിൽ ഇതുപോലെ ഉണ്ടോയെന്ന് സംശയം തോന്നിപ്പോവും. അതുപോലെ വളരെ കുറേ സ്ഥലത്ത് ഏക്കർ കണക്കിന് ഭൂമിയിൽ തെങ്ങുണ്ട്, പനയുണ്ട്, എണ്ണപ്പനയിൽ. ഇവിടെ നമ്മുടെ ലെഫ്റ്റ് സൈഡ് കാണുന്നത് ഒരു എയർപോർട്ടാണ് കേട്ടോ. പക്ഷെ നമുക്ക് ഇവിടെ നിന്ന് കൊച്ചിയിലേക്ക് ഫ്ലൈറ്റൊന്നുമില്ല. അങ്ങനെ നമ്മൾ എമറാൾഡ് പൂളിൻ്റെ എൻട്രൻസിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. തായ്ലൻഡിലെ ക്രാബി പ്രവിശ്യയിൽ സ്ഥിതി ചെയ്യുന്ന ലോക പ്രശസ്തമായ ഒരു പ്രകൃതിദത്ത ശുദ്ധജല തടാകമാണ് എമറാൾഡ് പൂള്. പാർക്കിൻ്റെ പ്രവേശന കവാടത്തിൽ നിന്നും ഏകദേശം 800 മീറ്റർ നീളമുള്ള സാധാരണ പാതയിലൂടെയോ അതല്ലെങ്കിൽ നമുക്ക് ഉള്ളിലേക്ക്, അതായത് ഒരു 1.4 കിലോമീറ്റർ നീളമുള്ള കാട്ടിലൂടെയുള്ള മരപ്പാതയിലൂടെയോ വേണമെങ്കിൽ നമുക്ക് അങ്ങോട്ട് എത്താം. അപ്പം ഞങ്ങൾ തിരഞ്ഞെടുത്തത് സാധാരണ അങ്ങോട്ട് പോകാം. ഞങ്ങൾ അങ്ങോട്ട് പോയത് ഈ സാധാരണ മണ്ണിട്ട റോഡിലൂടെയാണ് ഞങ്ങൾ എമറാൾഡ് പൂളിലേക്ക് പോയത്. തിരിച്ചു വന്നപ്പോൾ ഞങ്ങൾ കാട്ടിലൂടെയുള്ള ആ മരപ്പാതയാണ് ഉപയോഗിച്ചത്. ക്രാബി ടൗണിൽ നിന്നും ഏകദേശം 55 മുതൽ 77 കിലോമീറ്റർ വരെ മാറി ഖാവോ ഫ്ര ബാങ്ക്രാം വന്യജീവി സങ്കേതത്തിനുള്ളിലാണ് ഈ കുളം സ്ഥിതി ചെയ്യുന്നത്. ശരിക്കും ഒരു കാടിൻ്റെ ഉള്ളിലൂടെ നടന്നു പോകുന്ന ഒരു പ്രതീതിയാണ് ഞങ്ങൾക്ക് തോന്നിയത് കേട്ടോ. ആ ഒരു ചെറിയ ചീവീടുകളുടെ ശബ്ദവും അവിടുത്തെ കാറ്റും തണുപ്പും എല്ലാം ശരിക്കൊരു കാടിൻ്റെ പ്രതീതി തോന്നിക്കുന്നു. തായ് ഭാഷയിൽ എമറാൾഡ് പൂള് സമരക്കോട്ട് എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ കാൽസ്യം കാർബണേറ്റ് അടക്കമുള്ള ധാതുക്കളുടെ സാന്നിധ്യം കാരണം നല്ല മരതക പച്ച നിറത്തിൽ തിളങ്ങി നിൽക്കുന്ന ഇതിലെ തെളിഞ്ഞ ജലമാണ് ഇവിടുത്തെ ഇങ്ങോട്ടുള്ള സഞ്ചാരികളുടെ പ്രധാന ആകർഷണം. ഭൂമിക്കടിയിലെ ചൂട് നീരുറവകളിൽ നിന്നുള്ള വെള്ളമാണ് ഇതിലേക്ക് ഒഴുകിയെത്തുന്നത്. അതുകൊണ്ട് തന്നെ ഈ വെള്ളത്തിന് നേരിയ ചൂടുമുണ്ട്. ആ പാറകളിലൊക്കെ പായലും ധാതുക്കളുടെ സാന്നിധ്യം ഉള്ളത് കാരണം വഴുക്കൽ കൂടുതലാണ്. ഇതാണ് നമ്മൾ ആദ്യം പറഞ്ഞ കാട്ടിലൂടെയുള്ള മരപ്പാത. ശരിക്കും ഈ കാടിൻ്റെ നടുവിലൂടെയുള്ള ഈ മരപ്പാതയിലൂടെയുള്ള യാത്രയുണ്ടല്ലോ, ഒരിക്കലും മറക്കില്ല. അത്രയ്ക്ക് രസകരമായ ഒരു കാടിൻ്റെ ഫീലിംഗ് ശരിക്കും അനുഭവിച്ച ഒരു യാത്രയായിരുന്നു അത്.
കുറയുന്നൊരു ആനവനുണ്ടാന്ന് ഓർത്തു. ക്രാവിയിലെ അടുത്ത മനോഹരമായ സ്ഥലത്തേക്ക് ഞങ്ങൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഹോട്ട് സ്പ്രിംഗ് വാട്ടർഫോളിൻ്റെ പ്രവേശന കവാടമാണിത്. ഏകദേശം ഒരു 800 മീറ്ററോളം ദൂരം ഇവിടെ നിന്ന് ഈ വഴിയിലൂടെ അങ്ങോട്ട് നടക്കാനുണ്ട്. അപ്പോൾ നടക്കാൻ വയ്യാത്തവർക്ക് വേണമെങ്കിൽ ഈ ബാറ്ററി കാറുണ്ട്, അതിൽ പോകാം. അല്ലാത്തവർക്ക് നടന്നും പോകാം. ഞങ്ങളുടെ കൂട്ടത്തിലുള്ള കുറച്ച് പേരൊക്കെ നടന്നുപോയി. പക്ഷേ ഞങ്ങൾ ബഗ്ഗി കാറിലാണ് പോയത് കേട്ടോ. ഇതിനിടയ്ക്ക് ഒരു കാര്യം പറഞ്ഞോട്ടെ, വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറന്നു പോകരുത് കേട്ടോ. നമ്മുടെ സ്ഥലം എത്തി. അപ്പോൾ ഇത് ഹോട്ട് സ്പ്രിംഗ് വാട്ടർഫോൾ ആണെന്ന് നേരത്തെ പറഞ്ഞല്ലോ. അതുകൊണ്ട് തന്നെ ഇതിന് 35 മുതൽ 40 ഡിഗ്രി വരെ ഈ വെള്ളത്തിന് ചൂടുണ്ട്. അപ്പോൾ ഈ ചൂട് വെള്ളച്ചാട്ടവും കുളങ്ങളുമാണ് ഇവിടുത്തെ പ്രധാന ആകർഷണം. അതുപോലെ ഔഷധ ഗുണമുള്ള ഈ കുളത്തിലെ വെള്ളത്തിൽ കുളിക്കുന്നത് ശരീരത്തിന് ഉന്മേഷം നൽകുന്നതായി ഇവിടെ വരുന്നവർ പറയുന്നു. വിദേശ വിനോദസഞ്ചാരികൾക്ക് മുതിർന്നവർക്ക് 400 തായ് ബാത്തും കുട്ടികൾക്ക് 200 തായ് ബാത്തുമാണ് ഇവിടുത്തെ നിരക്ക്. ദിവസവും രാവിലെ 8:30 മുതൽ വൈകുന്നേരം 4:30 വരെയാണ് സന്ദർശന സമയം. പ്ലാസ്റ്റിക് കുപ്പികളും ഭക്ഷണ സാധനങ്ങളും ഒന്നും കുളത്തിൻ്റെ പരിസരത്തേക്ക് കൊണ്ടുപോകാൻ നമുക്ക് അനുവാദമില്ല. ക്രാബി സന്ദർശിക്കുമ്പോൾ ഉറപ്പായും സന്ദർശിക്കേണ്ട ഒരു സ്ഥലമാണ് ഈ 2 സ്ഥലങ്ങൾ, എമറാൾഡ് പൂളും ഹോട്ട് സ്പ്രിംഗ് വാട്ടർഫോളും. അപ്പോൾ എല്ലാവർക്കും ബൈ. ഇന്നത്തെ ഞങ്ങളുടെ കാഴ്ചകളൊക്കെ അവസാനിപ്പിച്ചു. ഞങ്ങൾ താമസിക്കുന്ന ഹോട്ടലിലേക്ക് മടങ്ങി. പ്രാർത്ഥന